ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു BN ബ്ലോഗ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കോടനാടുള്ള ഒരു ആന പരിശീലന കേന്ദ്രത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് ഒരു ഫോറസ്റ്റ് റൂട്ടിലൂടെയാണ്. നമ്മുടെ അതിരപ്പള്ളി ഏഴാറ്റുമുഖം കാലടി പ്ലാന്റേഷനിലൂടെയുള്ള ഒരു കാനനപാതയിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ വഴി തെറ്റാതിരിക്കാനുള്ള ദിശാ ബോർഡുകളൊക്കെ, അതായത് പേരിൽ കാണിക്കുന്ന ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അത് വളരെയധികം ഹെൽപ്ഫുള്ളാണ് നമുക്ക് ഈ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ടു കേട്ടോ. ഈ കാട്ടിന് നടുവിലായിട്ടാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. കാലടി പ്ലാന്റേഷൻ്റെ ബോർഡറിലുള്ള ഒരു സ്കൂളാണ്. പക്ഷേ സ്കൂളിൻ്റെ പരിസ്ഥിതി കണ്ടിട്ട് അത് ഒരു വർക്കിംഗ് ആണോ എന്നുള്ളത് സംശയമാണ് കേട്ടോ. പിന്നീട് ഞാൻ കണ്ടത് ചെറിയൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ, ചെറിയൊരു അരുവി. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ നമ്മളവിടെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ കൊണ്ടുവന്ന് സേഫായിട്ട് അവരൊക്കെ എൻജോയ് ചെയ്യിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ചെറിയൊരു വെള്ളച്ചാട്ടം കൂടിയാണ് കേട്ടോ ഈ കാണുന്ന ചെറിയൊരു അരുവി. പിന്നീടൊരു വിജനമായൊരു പ്രദേശത്തൂടെ ആയിട്ടാണ് ഞങ്ങളുടെ യാത്ര. അപ്പോൾ തന്നെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നൊരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മഴ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടാണ്. അപ്പോൾ ആ മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ടായിരുന്നു പിന്നീടുള്ള ഞങ്ങളുടെ ഫോറസ്റ്റ് യാത്ര. കുറച്ച് കഴിയുമ്പോഴേക്കും മഴയൊക്കെ തോർന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു നല്ലൊരു റിസോർട്ട് കണ്ടു കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ റിസോർട്ടിൽ കാടിന് നടുക്ക് താമസിക്കാം. അതുപോലെ തന്നെ AC റൂംസ്, നോൺ AC റൂംസ് ഒക്കെ അവൈലബിൾ ആണെന്നവിടെ കണ്ടു. പിന്നീട് കണ്ടത് നല്ലൊരു വ്യൂ പോയിന്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കാടിയാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മലയാറ്റൂർ പള്ളിയുടെ അടിവാരത്തൊക്കെ എത്തിയിട്ടാണ്. അങ്ങനെ ഞാൻ അഭയാരണ്യത്തിൻ്റെ എൻട്രൻസിലെത്തിയിട്ടാണ്. ഇവിടെ കാർ പാർക്കിങ്ങിന് 60 രൂപയും അതുപോലെ തന്നെ നമ്മുടെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 70 രൂപയാണ് കേട്ടോ. അത് ഇത്തിരി ഹൈ ആണോ എന്നൊരു സംശയമുണ്ട്. പിന്നീട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്ലൈമറ്റും അതുപോലെ തന്നെ ശാന്തസുന്ദരമായൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതുപോലെ അഭയാരണ്യത്തിലേക്ക് പ്രവേശിച്ചാൽ ആദ്യം തന്നെ കാണാൻ കഴിയുന്നത് കുറച്ച് മാൻകൂട്ടങ്ങളെയും അതുപോലെ തന്നെ കലമാൻ്റെയൊക്കെ കൂടുകളാണ് കേട്ടോ. കോടനാട് ആന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പെരിയാർ നദിയുടെ തീരത്താണ് കേട്ടോ. കൊച്ചി നഗരത്തിൽ നിന്നും ഏകദേശം 42 കിലോമീറ്റർ കിഴക്കായിട്ടാണ് കേട്ടോ ഈ അഭയാരണ്യം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ വെച്ച് ഏറ്റവും വലിയ ആന പരിശീലന കേന്ദ്രങ്ങളൊന്നാണ് കേട്ടോ ഈ അഭയാരണ്യം. ആയിരത്തി 1895 കാലഘട്ടത്തിലാണ് കേട്ടോ തിരുവിതാംകൂർ സർക്കാർ കേരളത്തിലെ വനങ്ങളിൽ നിന്ന് പിടിക്കുന്ന ആനകളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോടനാട് ആന പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നത് കേട്ടോ.
1977 കാലഘട്ടത്തിൽ ഇന്ത്യൻ സർക്കാർ ആനവേട്ട നിരോധിച്ചതോടെ കോടനാട് കാട്ടിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ആനകളെയാണ് ഇപ്പോൾ ഇവിടെ നിർദ്ദേശിക്കുന്നത് കേട്ടോ. പഴയ കാലത്ത് ആനയെ പിടിച്ച് ട്രെയിൻ ചെയ്യിച്ചിരുന്ന ആനക്കൂടുകൾ ഇപ്പോഴും ചരിത്രത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇവിടെ സൂക്ഷിച്ചു പോരുന്നുണ്ട് കേട്ടോ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സ്ഥലം ഒരു ദേശീയ പൈതൃക സ്മാരകമാക്കി മാറ്റുന്നതിനെക്കുറിച്ചും ആനകളെക്കുറിച്ചുള്ള ഗവേഷണം നടത്തുന്നതിനുള്ള ഒരു സ്ഥലമാക്കി മാറ്റുന്നതിനെക്കുറിച്ചും പല ചർച്ചകളും ഇപ്പോൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് കേട്ടോ. തിങ്കളാഴ്ച അവധിയുമാണ്. ഓരോ ആനകളെയും ഓരോരോ ഷെൽട്ടറുകളിലായിട്ടാണ് കേട്ടോ അവയെ പാർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ അഭയാരണ്യത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആന കേട്ടോ പീലാണ്ടി ചന്ദ്രു എന്ന് പറയുന്ന ഈ ആന. ഈ പീലാണ്ടി ചന്ദ്രു എന്ന് പറയുന്ന ആനയെ കാട്ടിൽ നിന്ന് പിടിക്കാണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മനുഷ്യജീവൻ ഈ ആന മൂലം നഷ്ടമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവസാനമായി ഈ ആന കൊല ചെയ്ത ആദിവാസിയുടെ പേരാണ് കേട്ടോ പീലാണ്ടി. അതുകൊണ്ട് തന്നെ ഈ ആനയ്ക്ക് പീലാണ്ടി ചന്ദ്രു എന്ന് തന്നെയാണ് ഈ ആനയ്ക്ക് പേരും കൊടുത്തിരിക്കുന്നത് കേട്ടോ. പീലാണ്ടി എന്നാണ് ആ ആദിവാസി യുവാവിൻ്റെ പേര്. ആ യുവാവിൻ്റെ പേര് തന്നെയാണ് ഇപ്പോൾ ഈ ആനയ്ക്ക് നൽകിയിരിക്കുന്നത്. ഈ അഭയാരണ്യത്തിലെ മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് പെരിയാർ നദിയുടെ തീരത്ത് തന്നെയുള്ള ഈ കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ. അപ്പോൾ ഈ അഭയാരണ്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും അത്യാവശ്യം എൻജോയ് ചെയ്ത് പോകാൻ കഴിയുന്ന നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് കേട്ടോ ഈ അഭയാരണ്യം എന്ന് പറയുന്നത്. അങ്ങനെ അഭയാരണ്യം എന്ന ഈ ആനവളർത്തൽ കേന്ദ്രത്തിൻ്റെ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.